ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദക്ഷിണായനകാലം കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷതിഥിയും രവിവാരവും കൂടിയായി ഇന്ന് രോഹിണി നക്ഷത്രവും കൂടി ചേർന്ന ദിവസമായി ഇന്ന് ഏവർക്കും സർവൈശ്വര്യ വൃത്തിയങ്ങളും ഉണ്ടാകട്ടെ. രാമേശ്വരത്തിലെ 53 പത്മതീർത്ഥ കുളങ്ങളെക്കുറിച്ചുള്ള വീഡിയോയിലെ 3ാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 12ാമത്തെ തീർത്ഥക്കുളം. കുളത്തിൻ്റെ പേരാണ് ചക്രതീർത്ഥം. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്ത് സൂര്യഭഗവാന് സ്വർണ്ണഹസ്തങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഇവിടെ നീരാടി എന്നാണ് പുരാണ കഥ പറയുന്നത്. അതുപോലെ തന്നെ 13ാമത്തേതാണ് ബ്രഹ്മഹത്യാ വിമോചന തീർത്ഥം. ബ്രഹ്മഹത്യാ വിമോചന തീർത്ഥത്തിൽ സ്നാനം ചെയ്തു. ചക്രതീർത്ഥത്തിന് സമീപം ബ്രഹ്മഹത്യ ദോഷത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബ്രഹ്മഹത്യാ വിമോചന തീർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 14ാമത്തെ സ്നാനതീർത്ഥമാണ് സൂര്യതീർത്ഥം. ഇത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ത്രികാലജ്ഞാനവും കാലാനുസൃത പ്രാപ്തങ്ങളെല്ലാം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്നാനം ചെയ്യുന്നത്. അതുപോലെ 16ാമത്തേതാണ് പുണ്യഗംഗാതീർത്ഥം. ചന്ദ്രതീർത്ഥത്തിന് അരികിലായി ജ്ഞാനശ്രുതി എന്ന് പറയുന്ന രാജാവിന് ജ്ഞാനവും സർവകീർത്തിയും നേടിക്കൊടുത്തതാണ് ഗംഗാതീർത്ഥം. ഈ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഏവർക്കും നല്ലത് വരട്ടെ. കരുതിയിലിയമ്മയും സർവ്വപടിവാന മക്കളുടെ അനുഗ്രഹ ആശംസകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇന്നും ലഭിക്കുമാറാകട്ടെ. ദേവിശരണം. ആവം ഭരയീന്നമ ശ്രീചണ്ഡാളരൂപായ കുലഗുരു പാതുകാം പൂജ.